Hello guys, this is Jessica Sutton about Big Boss Season 3. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് വാഴകളും പിന്നെ മരവാഴകളും പിന്നെ കുറച്ച് കഴുതുകളും പിന്നെ ഏതെങ്കിലും ഒരു പ്രണയ ജോഡി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർന്ന് കൂടിയതാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇല്ല, ആരുമില്ല, അന്ന് ആരുമില്ല. അപ്പൊ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 നോക്കാം. എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എന്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ്. ഇവൻ ഇത് ഉറങ്ങാൻ തന്നെയാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എനിക്കറിയത്തില്ല, സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇവന് ഉറങ്ങാൻ തന്നെയാണോ ഇതൊന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നത് ദൈവത്തിനറിയാം. ബെഡ്റൂമാണ് എന്റെ ബാത്റൂം, 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂം ആണ്. എനിക്ക് പറഞ്ഞു തുറന്നോ, സോറി പറയാതിരിക്കാൻ പറ്റുന്നില്ല. 700 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുന്നു. എന്റെ ഈ റൂമിനെക്കാട്ടും ഒരു 3-4 റൂം കൂട്ടിയൊക്കെ എന്നാണ് ഇതിങ്ങനെ ചുമ്മാ കക്കൂസിലിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കാൻ വേണ്ടിയായിരിക്കും, എനിക്കറിയത്തില്ല. ഇനി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ആർക്കറിയത്തില്ല. സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു 7,000-8,000 സ്ക്വയർ ഫീറ്റ് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ. ഇപ്പോ നിലവില് ബിഗ് ബോസിലില്ല. ഇത് ജബ്രി ജാസ്മിൻ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഹാർപിക്കിലൊക്കെ കക്കൂസിന്റെ അകത്ത് 2 കീടാണ് കൊടുക്കുന്നത്. അതിന് ഡിങ്കു മിങ്കു. എപ്പോ നോക്കിയാലും വാഴച്ചോടി തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബിഗ് ബോസിനൊരു പ്രണയ ജോഡികളും നിർബന്ധമാണ്. നാച്ചുറൽ. തീർച്ചയായും ചോദിക്കാത്തറിയാമോ എന്റെ മാന്യത. നമുക്ക് വല്ലാത്ത മാന്യത. ഇവളുടെ ഇൻസ്റ്റാഗ്രാമിലെ ക്യൂട്ട്നെസ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റോക്കാണ്. ഏത് സമയവും പുള്ളിക്കാരൻ വായെടുത്ത് കഴിഞ്ഞാൽ കൗണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, പുള്ളിക്കാരൻ ഇപ്പൊ ഇല്ല. ഇതാണ് ബിഗ് ബോസിന്റെ നടക്കുന്നത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടി ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ സീസണൊക്കെ ആയിരുന്നു ഇതിനും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പവർ മെമ്പറിന് കുടിക്കാൻ ചോദിച്ച സമയത്ത് വീണ്ടും ജബ്രി നഹിയ ചപ്രി കൊണ്ടുതന്ന വെള്ളമാണ് ഈ ഗ്ലാസ്സിലുള്ളത്. എന്റെ പവർ വെച്ച് ഞാൻ പറഞ്ഞു, അൻസിബ എനിക്ക് അതിന് നീ ഏതാണോ മരവാഴെ? കുടിക്കാൻ വെള്ളമല്ലേ ചോദിച്ചേ? വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടല്ലോ, നീ വേണമെങ്കിൽ ഒന്ന് കുടിക്കും. ചോദിച്ചില്ല. റോക്കി 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 ഓ, ഇത് റൂള് തെറ്റിച്ചു. മാസ് എന്തിനാ എന്തോ കാണുന്നവർക്ക് ഇത് മാസാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിത് പ്രത്യേകിച്ചൊന്നും തോന്നി. എന്താ ആ അടി ആ ജബ്രിയുടെ മണ്ടക്കിട്ട് കൊടുക്കുമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ സമാധാനം. എന്തിനാണോ ഇവന്മാരെ ഈ 2 പ്രണയോടികളും? ഇത് ഏത് വകയിലുണ്ടായതാ? ഞാൻ പേടിക്കുന്നു. പൊളിച്ചത് സെറ്റ്. സത്യം, പുറത്ത് കിട്ടിയ നീ ഇന്നലെ അടിച്ചു കൊന്നേനെ. ഞാനാണെങ്കിൽ കൈ കിട്ടിയ തെറ്റ്. അല്ല റോക്കി ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വിഴുങ്ങിയ സംഭവം തന്നെ നൈസ് ആയിട്ടുണ്ട്. വാഴയ്ക്ക് ജാസ്മിൻ, ഞങ്ങള് തന്നെയാണ് പറയുന്നത്. വാഴയ്ക്ക് പകരം ജാസ്മിനും ജബ്രിയും കൂടെ അതും കൂടെ വേണം. ജബ്രി എന്താണ് എന്ത് കാര്യം റോക്കി ഇങ്ങനെ നിന്നിട്ട്? എവിടെ പവർ? എവിടെ നിന്റെ ബോളിന് പവറില്ല, ബോളിന് പവറില്ല. എറിഞ്ഞു കൊടു റോക്കി അങ്ങോട്ട് കൊട്. അവന് പവർ വേണം, പവർ. നെഞ്ചത്തെറിയടാ നീ ആടാണ്, ഈ ആടിന്റെ നെഞ്ചത്തെറിയടാ. എനിക്ക് നല്ല വേനെടുത്തു. അതിനുശേഷം നടുക്ക് കയറി നിൽക്കുകയും ചെയ്യും. എല്ലാം ഏറ് വാങ്ങിച്ചു കൂട്ടുക. അവസാനം വരുമ്പോ കരച്ചിലും പിടിച്ചിലും ബിഗ് ബോസിനും പരാതി. ഇത് ബിഗ് ബോസിന് വരേണ്ട സാധനം തന്നെ. ഇത് വേറെ എവിടെയും കാണിക്കാത്ത കൊണ്ട് കിടക്കേണ്ട സാധനം. അവൻ എന്തൊക്കെ പറഞ്ഞേ? നാണം കെട്ടവളെ ഉള്ളത് തന്നെ പറഞ്ഞാടി. സത്യം പരമാർത്ഥം റോക്കി സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഗബ്രി സോറി ഗൈസ്, വിളിച്ച് ജബ്രി നായിപ്പോയി. ഗബ്രി എന്നാണ് പേര്. പുള്ളിക്കാരൻ ഇപ്പം ഒരു പെണ്ണില്ലെങ്കിലും വേറൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പുള്ളിക്കാരന്. നോറ, ഞാൻ എന്റെ പവർ വെച്ച് പറയുന്നു. നോറ
ഇവനും ഉണ്ട്, ഇവന്റെ പവറും ഉണ്ട്, അത് വെച്ചിട്ട് ഇവൻ കളിക്കത്തുള്ളൂ. ഈ സാധനത്തിലേക്ക് എന്നാ ചെയ്യാനാ ബിഗ് ബോസ് കൊടുത്തേക്കുന്നവരോ. നോറ സീറ്റിൽ പോയി 5 പേരെണ്ണും അതിനുള്ളിൽ നോറ സീറ്റിൽ നീ വിവരം പറയും. 1 2 5 എന്തിനാണോ നാണം കിടാനായിട്ട് വന്നേക്കാം? എന്തിന് ഇതിനൊക്കെ ഇത് വെച്ച് നല്ലതാണ്. എന്തോ ചെയ്യാനൊന്ന് പറ. എന്നും പറഞ്ഞ പൊട്ടുന്നെന്നും പറഞ്ഞ് നമുക്ക് അത് പിന്നെ നമ്മളടുത്ത് ഫിലിം നമ്മളടുത്ത് പോയില്ലേ, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു ബലൂണാണ് ജബ്രി. അതായത് ഇവക്ക് കുറെ കടയിൽ നിന്ന് കുറെ ബലൂൺ മേടിക്കും, അത് ഊതും വീർപ്പിക്കും പൊട്ടും. സ്വാഭാവികം. ഇവക്ക് ബലൂൺ ഊത് വീർപ്പിച്ചോണ്ടിരിക്കുന്ന തന്നെ പണി. ഈ ബിഗ് ബോസ് സീസൺ 6 എന്തുവാണ് ഇങ്ങനെ? അടുത്ത ലാസ്റ്റ് നമ്മുടെ റോക്കി എന്തായാലും റോക്കി മാൻഷനിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ തിരിച്ച് വരത്തില്ലെന്നാണ് ഒരു വ്യാധി. സത്യം പറഞ്ഞ ഈ ഇടി ഗബ്രിയുടെ മണ്ടയിൽ കൊടുക്കുവാനെങ്കിൽ ഒരു ആശ്വാസം ഉണ്ട്. അവൻ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ ഒരു തല്ല് കിട്ടുമല്ലേ, ഒരു തല്ല് സിജോടെ കിളി പറഞ്ഞു തോന്നുന്നു. തൊട്ടു ചോദിച്ചു വാങ്ങി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ പറയാനോ, തൊട്ടതിനും പിടിച്ചതിനും മൊത്തം ഇടി. നിൻറാ കുണുവാ കരയുന്നു. എടാ ഇത് കുഞ്ഞു പിള്ളേര് മറ്റേ അംഗനവാടി കൊണ്ടിട്ട് കരയുന്ന പോലെ കരയുന്നു. എന്താണ് റോക്കി ബായി? അപ്പൊ നമ്മുടെ റോക്കി ബായി അങ്ങനെ സക്സസ്ഫുള്ളി പുറത്തിറങ്ങി. പുള്ളിക്കാരൻ റോക്കി മാൻഷനിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 5 ആയിരുന്നു ഇതിനെക്കാട്ടും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രേക്ഷകരെന്ന് പറയുന്നവര് മണ്ടന്മാര്. ഇതെന്താ സിനിമയാണ്? ഇവിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം.